കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരിയിൽ ഒരു കല്ലറയിൽ രണ്ട് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. 7 വർഷം മുൻപ് കാണാതായ വിലങ്ങാട് സ്വദേശി സിജോസ് കറിയയുടേതാണോ മൃതദേഹം എന്ന് പരിശോധിക്കണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ രംഗത്ത് വന്നു. 2019 മുതലാണ് സിജോയെ കാണാതായത്. DNA പരിശോധന നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. എൻ്റെ മകനെ കാണാതായിട്ട് 2015 കാണാതായതാണ്. അതിന് ഇപ്പോഴാണ് ഇങ്ങനെ സംഭവം വാർത്ത വന്നപ്പം ഞങ്ങൾക്കൊരു സംശയം വന്നു. കല്ലറയിൽ ഇങ്ങനെ ഒരു ബോഡി കണ്ടു, പ്ലാസ്റ്റിക് പൊതിഞ്ഞ സംശയത്തിലുമില്ല. ഞങ്ങൾക്ക് DNA പരിശോധന നടത്തി ഞങ്ങളുടെ മകനാണോ എന്നുള്ളത് എന്നറിഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു സംശയം. ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ മകനാണോ എന്ന് അറിഞ്ഞു കിട്ടിയാൽ മതി. പിന്നെ DNA പരിശോധന വേണമെങ്കിലും നടത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. എൻ്റേത് നടത്തി വെച്ചിട്ടുണ്ട്. ഇനി ഏത് തരത്തിലാണ് കണ്ട് ഞങ്ങൾക്ക് തെളിവ് കിട്ടിയാൽ മതി. ആ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്, നമ്മുടെ മകനാണോ എന്നുള്ളത്. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, ഈ കേസ് വന്നപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് ഇതിലൊരു വ്യക്തത വരുത്തിയതാണ്. ഇതിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടും മൃതദേഹം സാധാരണ രീതിയിൽ സംസ്കരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രവുമല്ല, രേഖകളൊക്കെ പരിശോധിച്ച് വീട്ടുകാരൊക്കെയായി ബന്ധപ്പെട്ടിരുന്നു, ഒരു 2 വീട്ടുകാർ. അതിനുള്ളിൽ പോലീസ് അങ്ങനെ ആദ്യം ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തിയിരുന്നു. ഇന്നലെ അങ്ങനെയായിരുന്നു നിഖിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അല്പം കൂടി മാറിയിട്ടുണ്ട്. പള്ളി വികാരി അടക്കം പറയുന്നത് ഇതിൽ ആഴത്തിലുള്ള പരിശോധന വേണം എന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നീക്കത്തിലൊക്കെയാണ് പോലീസ്. ആ ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ ഈ കുടുംബവും വന്നിരിക്കുന്നത്. ആരാണ് സിജോ? സിജോനെ ഏത് സാഹചര്യത്തിലാണ് കാണാതായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കല്ലറയിലുള്ള ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഇവരെ ഈ രീതിയിൽ സംശയിക്കുന്നത്? ശ്യാമിലി, ഈ കുടുംബത്തിന്റെ ഈ പരാതിയിൽ അല്ലെങ്കിൽ അവരുടെ ഈ ആശങ്കയിൽ കഴമ്പുണ്ട്. അതിന്റെ കാരണം ഇത്തരത്തിലാണ്. ഈ സിജോയുടെ വീട് എന്ന് പറയുന്നത് വിലങ്ങാട് വായാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സിജോ എസ് കറിയുടെ വീട് വരുന്നത്. ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ള കണ്ണൂർ വാണിയംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ സിജോ 2015 ഈ സിജോ ഇവരുടെ വീട്ടിൽ തന്നെയാണ് വിവാഹം കഴിച്ച് ഈ വിലങ്ങാടുള്ള വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വീട്ടിൽ ചില വീട്ടുകാരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2015 സിജോയും ഭാര്യയും മകനും കൂടി ഭാര്യ വീടായിട്ടുള്ള ഈ കണ്ണൂർ വാണിയംപാറയിലേക്ക് താമസം മാറ്റി പോയിരുന്നു. അപ്പോൾ 2015 ഈ സ്വന്തം വീട്ടിൽ നിന്ന് പോയപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വീട്ടുകാർ, സിജോയുടെ മാതാപിതാക്കളോ അതോടൊപ്പം തന്നെ മറ്റു ബന്ധുക്കളോ ആരും തന്നെ സിജോയെ ബന്ധപ്പെടുകയോ അവരുമായി സംസാരിക്കുകയോ യാതൊരു വിധത്തിലുള്ള ബന്ധം വെച്ച് പുലർത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 2021 സിജോയുടെ ഒരു ബന്ധു ഈ വാണിയംപാറ സ്ഥലത്ത് അവിടെ മറ്റൊരു ആവശ്യത്തിനായി എത്തുകയും അവിടെ വെച്ച് സിജോയെ ഒന്ന് കണ്ടുകളയാം എന്ന അദ്ദേഹത്തെ ഒന്ന് വീട്ടിൽ പോയി എന്ന കരുതി ഈ ഭാര്യ വീട്ടിലേക്ക് ചെന്ന് അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴാണ് 2019 മുതൽ സിജോയെ കാണാനില്ല എന്ന് ഈ സിജോയുടെ ഭാര്യ വീട്ടിൽ നിന്ന്, അതായത് വാണിയംപാറയിലെ സിജോയുടെ ഭാര്യ വീട്ടിൽ നിന്നും ആ ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ 2019 മുതൽ സിജോയെ കാണാതായിട്ടും ഈ കുടുംബം പരാതിയൊന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല. അവർ തിരിച്ച് ഇയാൾ വിലങ്ങാട്ടേക്ക് പോയിട്ടുണ്ടാകും എന്നൊരു പ്രതീക്ഷയായിരുന്നു ഈ കുടുംബം വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 2021 2019 മുതൽ സിജോയെ കാണാനില്ല എന്ന കാര്യം സിജോയുടെ കുടുംബം അറിയുന്നത്. അപ്പോൾ അതറിഞ്ഞ് ആ ഘട്ടത്തിൽ തൊട്ട് തന്നെ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. കുറ്റ്യാടി പോലീസിൽ മാൻ മിസ്സിംഗിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. കുറ്റ്യാടി പോലീസ് ഒരു SIT രൂപീകരിച്ച് ഇദ്ദേഹത്തെ അന്വേഷിച്ചു. പക്ഷേ യാതൊരു വിധത്തിലുള്ള തുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇയാളുടെ ഫോൺ അന്ന് മുതൽക്കേ തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ആ കേസിൽ യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റും പിന്നീട് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ വാണിയംപാറയിലെ ഈ മേൽപ്പറഞ്ഞ പള്ളിയിൽ, അതായത് ഇൻഫന്റ് ജീസസ് പള്ളിയിലെ സിമിത്തേരിയിൽ ഒരു കല്ലറയിൽ 2 മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അത് തങ്ങളുടെ മകനാണോ എന്നറിയണമെന്ന ആവശ്യമാണ് ഈ കുടുംബം മുൻപോട്ട് വെക്കുന്നത്. അതായത് 2019 ഈ ഭാര്യ വീട്ടിൽ നിന്നും ഇയാൾ പോയിട്ടും അയാൾ പിന്നീട് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടാവാതിരുന്നിട്ടും ഈ കുടുംബം യാതൊരു വിധത്തിലുള്ള, അതായത് ഭാര്യ വീട്ടുകാർ യാതൊരു വിധത്തിലുള്ള പരാതി നൽകുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യാതിരുന്നത് ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് സിജോയുടെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹത്തിന്റെ DNA പരിശോധന നടത്തി ഇതിലൊരു വ്യക്തത വരുത്തണമെന്ന ആവശ്യമാണ് സിജോയുടെ കുടുംബം ഇപ്പോൾ മുൻപോട്ട് വെക്കുന്നത്. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.